വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th അക്കൗണ്ടൻസിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന 9ാമത്തെ ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടത് ശേഷം ഈ ക്ലാസ് കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റാണ് ഇപ്പോഴിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് പ്രകാരം പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകവും. നെറ്റ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, അതുപോലെ ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടി വരിക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്, എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് മീൻസ് all expenses directly connected with the manufacture, purchase of goods and bringing them to the point of sale. റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നതും ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നതും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്നത് വരെ, സെയിലിന് ഉതകുന്ന തരത്തിൽ ആ പ്രൊഡക്റ്റിനെ മാറ്റിയെടുക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് അതൊഴികെയുള്ള ബാക്കിയുള്ള ചെലവുകൾ. ഒരു സ്ഥാപനത്തിന് മൊത്തത്തിൽ ചിലവാകുന്ന തുകകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. ഓഫീസ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിളായിട്ട് പറയാം ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, വേജസ്, ഫാക്ടറി ലൈറ്റിംഗ് എക്സെട്ര. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2017. ഗ്രോസ് പ്രോഫിറ്റ്, റെന്റ്, സാലറി, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ, അഡ്വർടൈസിംഗ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ലോസ് ബൈ ഫയർ. ഇവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് മുഴുവനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ, ട്രേഡിംഗ് അക്കൗണ്ട് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആദ്യം വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2017. ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് സൈഡ് റവന്യൂസ് ഓർ ഗെയിൻസ്. ഇനി ഓരോ ഐറ്റവും നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് 60,000. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിട്ടുണ്ടാവുക. അത് ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 60,000. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് റെൻറ്റ് 5,000. റെൻറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ, വാടക എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് റെൻറ്റ് പെയ്ഡ് ആണ്, വാടക കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ചെലവാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. നെക്സ്റ്റ് സാലറി 15,000. സാലറി എന്ന് പറയുന്നതും ഒരു ചെലവാണ്, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ കൊടുത്തതാണ്. ഇപ്പോൾ കമ്മീഷൻ പെയ്ഡ് 7,000 എന്ന് പറയുമ്പോൾ അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കമ്മീഷൻ പെയ്ഡ് 7,000. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ. ഇൻട്രസ്റ്റ് പേ ചെയ്തതാണ്. ഇൻട്രസ്റ്റ് പേ ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഒരു ചെലവാണ്, എക്സ്പെൻസ് ആണ്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ 5,000. നെക്സ്റ്റ് അഡ്വർടൈസിങ്, പരസ്യത്തിന് വേണ്ടി പൈസ കൊടുത്തത് 4,000 രൂപയാണ്. അപ്പോൾ അഡ്വർടൈസിങ് 4,000 എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഒരു ചെലവാണ്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അഡ്വർടൈസിങ് 4,000. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയതാണ്.
അപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഡിസ്കൗണ്ട് റിസീവ്ഡ് 3000. നെക്സ്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ പെന്ന്, പെൻസിൽ അതുപോലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച ചിലവാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000. അത് ചിലവ് തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000. ലീഗൽ ചാർജസ്, ലീഗലായിട്ട് നമുക്ക് വന്ന ചാർജസ് ആണ് 5000 റുപ്പി. അപ്പോൾ ലീഗൽ ചാർജസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്, നമ്മൾ കൊടുത്ത പൈസയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ലീഗൽ ചാർജസ് 5000. ബാഡ് ഡെറ്റ്, കിട്ടാക്കടം, നമുക്ക് പൈസ ഒരുപാട് കിട്ടാനുണ്ടാവും. ആ കിട്ടാനുള്ള പൈസയിൽ കുറച്ച് പൈസ നമുക്ക് കിട്ടില്ല എന്ന് 100% ഉറപ്പായിരിക്കും. അങ്ങനെ കിട്ടില്ല എന്ന് തോന്നുന്ന പൈസയാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസസിൻ്റെ കൂടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ബാഡ് ഡെറ്റ് 1000. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ 2000. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിലവാണ്, നമുക്ക് സംഭവിച്ച ഒരു നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 2000. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് കിട്ടിയതാണ്, റിസീവ്ഡ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 4000. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് ലോസ് ബൈ ഫയർ. ലോസ് ബൈ ഫയർ എന്ന് പറയുമ്പോൾ 3000 റുപ്പിയാണ്, അത് ലോസ് തന്നെയാണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ബൈ ഫയർ 3000. ഇത്രയായി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, 67,000 ടോട്ടൽ കിട്ടും. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 18,000. അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ്. ദാറ്റ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബാലൻസ് ഷീറ്റ് കൂടി വരക്കണം. അങ്ങനെ ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ കാണിക്കുന്ന സമയത്ത് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം നെറ്റ് പ്രോഫിറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2021. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്, ഫ്രൈറ്റ്, വേജസ്, സാലറീസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ടെലിഫോൺ ചാർജസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്. ഈ ഐറ്റംസ് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരിക എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ നമ്മൾ ഐറ്റം വായിക്കുന്ന സമയത്ത് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ എന്ന് സൈഡിൽ രേഖപ്പെടുത്താം. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ടി എന്ന് രേഖപ്പെടുത്താം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ പി എന്ന് രേഖപ്പെടുത്താം, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബി എന്ന് രേഖപ്പെടുത്താം. ഇവിടെ ബാലൻസ് ഷീറ്റ് ഇല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ വരയ്ക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഐറ്റംസ് ഓരോന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. നമുക്ക് ആ ഫോർമാറ്റ് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഫോർമാറ്റ് പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് വരിക? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് വരിക ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. നെക്സ്റ്റ് പർച്ചേസസ്, അതെവിടെയാണ് വരിക? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് സെയിൽസ്, അത് യെസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ഫ്രൈറ്റ്, കടത്തുകൂലി, സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ചിലവാണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ചിലവ് അതെന്തായിരിക്കും? യെസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. വേജസ്, വേജസ് എന്ന് പറയുന്നത് ഫാക്ടറി വർക്കേഴ്സിന് കൊടുക്കുന്ന വേതനത്തെയാണ് വേജസ് എന്ന് പറയുന്നത്. അത് ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണ് കാണിക്കേണ്ടത്? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് സാലറീസ്. സാലറീസ് എന്ന് പറയുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനൊക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണം കാണിക്കാൻ വേണ്ടി, ഒരു എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ. ട്രാവലിംഗ് എക്സ്പെൻസസ്, യാത്ര ചെയ്യുമ്പോഴുള്ള യാത്രാക്കൂലി. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള യാത്രാക്കൂലി എന്ന് പറയുമ്പോൾ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല യാത്രാക്കൂലി അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസസ്, അത് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ എവിടെ കാണിക്കേണ്ടി വരും? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും.
ടെലിഫോൺ ചാർജസ് ഫോൺ ചെയ്യാനുള്ള ചാർജ് അതെവിടെ കാണിക്കേണ്ടി വരും? പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. അതുകൊണ്ട് തന്നെ അതെവിടെ കാണിക്കേണ്ടി വരും? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. അതൊരു ഇൻകമാണ്. റെന്റ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് പെയ്ഡ് ആണ്. വാടക കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. അത് ഫാക്ടറിക്ക് മാത്രമല്ല, ഓഫീസിനും എല്ലാ ബിൽഡിങ്ങുകൾക്കും വാടക കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ റെന്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ഐറ്റമായി എടുത്തുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. നെക്സ്റ്റ് കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും ഐറ്റമാണുള്ളത്. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാം. ആദ്യം അതിൻ്റെ ഫോർമാറ്റ് വരെയാ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് സൈഡ് റവന്യൂസ് ആൻഡ് ഗെയിൻസ്. ഇനി ഫസ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000. സെക്കൻഡ്, പർച്ചേസസ് 40,000. പർച്ചേസസ് എന്ന് പറയുന്നതും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക പർച്ചേസസ് 40,000. നെക്സ്റ്റ്, സെയിൽസ് 85,000. സെയിൽസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക സെയിൽസ് 85,000. നെക്സ്റ്റ്, ഫ്രൈറ്റ്, കടത്തുകൂലി. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റാണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക ഫ്രൈറ്റ് 5,000. നെക്സ്റ്റ്, വേജസ് 7,000 എന്ന് പറയുന്നത് ഫാക്ടറി വർക്കേഴ്സിന് കൊടുക്കുന്ന വേതനമാണ്. അതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ് വേജസ് 7,000. പിന്നെ വരുന്ന ഐറ്റം ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്കിനി ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 85,000 ടോട്ടൽ കിട്ടി. ബാലൻസ് ആയിട്ട് വരുന്നത് 23,000. ഡെബിറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ 23,000 എന്ന് എഴുതുക. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇനി ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 23,000. അത് മുതലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം തന്നിരിക്കുന്നത് നോക്കാം. സാലറീസ് 8,000. സാലറി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സാലറി 8,000. ട്രാവലിംഗ് എക്സ്പെൻസസ് 2,000. അതും ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ട്രാവലിംഗ് എക്സ്പെൻസസ് 2,000. സെല്ലിംഗ് എക്സ്പെൻസസ് 3,000. അതും എക്സ്പെൻസസ് തന്നെയാണ്, ചെലവ് തന്നെയാണ്. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സെല്ലിംഗ് എക്സ്പെൻസസ് 3,000. ടെലിഫോൺ ചാർജസ് 1,500. അതും നമ്മുടെ ചെലവാണ്. ടെലിഫോൺ ചാർജസ് എന്ന് പറയുന്നതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടെലിഫോൺ ചാർജസ് 1,500. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അത് റിസീവ്ഡ് ആണ്, കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2,500. നെക്സ്റ്റ്, റെന്റ് 1,000. വാടക കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി റെന്റ് 1,000. നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ റിസീവ്ഡ് 4,000. കമ്മീഷൻ റിസീവ്ഡ് ആണ്, കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക കമ്മീഷൻ റിസീവ്ഡ് 4,000. ഇതോടുകൂടി തന്നിരിക്കുന്ന ഐറ്റം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് ടോട്ടൽ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ടോട്ടൽ ചെയ്യണ്ടൂ. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് മുതൽ താഴോട്ട് ടോട്ടൽ ചെയ്താൽ മതി. ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടലിന് ടോട്ടൽ ചെയ്യേണ്ട. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്നത് 29,500. ബാലൻസ് ആയിട്ട് വരുന്നത് 14,000. ഡെബിറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് തന്നെ 14,000. അതുകൊണ്ട് അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ബാലൻസ് ഷീറ്റ് വരയുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. ഇത്രയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കാൻ വേണ്ടി ചെയ്യേണ്ടത്.
ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2020. ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000. അത് എവിടെ വരുന്ന ഐറ്റാണ്? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പർച്ചേസസ് എവിടെ കാണിക്കണം? യെസ്, ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ക്യാരേജ് ഇൻവേർഡ് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ്. ഇപ്പോൾ ക്യാരേജ് ഇൻവേർഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ചിലവാണ്. നമുക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ചിലവും പ്രൊഡക്ഷൻ വരെ അത് സെയിലാക്കുന്ന തരത്തിൽ മാറ്റുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോഴോ സാധനം വെളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചിലവായ ട്രാൻസ്പോർട്ടിംഗ് ചാർജാണ്, ഔട്ട്വേർഡാണ്. അതുകൊണ്ട് തന്നെ സാധനം വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജാണ്. അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വേണം കാണിക്കാൻ വേണ്ടി. കാരണം അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പ്രൊഡക്ഷൻ്റെ മുന്നേ നടന്ന ഒരു ചിലവും അല്ല. പ്രൊഡക്ഷന് ശേഷമാണ് ക്യാരേജ് ഔട്ട്വേർഡ് നടക്കുന്നത്. അതുകൊണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അഡ്വർടൈസ്മെൻറ്റ് പരസ്യം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. അതുകൊണ്ട് തന്നെ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പോസ്റ്റേജ് ആൻഡ് കൊറിയർ എവിടെ കാണിക്കണം? യെസ്, പോസ്റ്റേജ് എന്നൊക്കെ പറയുന്നത് പ്രൊഡക്ഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഫാക്ടറി എക്സ്പെൻസസ്, യെസ്, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എവിടെ കാണിക്കേണ്ടി വരും? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. സൺട്രി എക്സ്പെൻസസ് അല്ലറ ചില്ലറ ചെലവുകൾ, അത്തരം ചെലവുകൾ വരുമ്പോൾ ആ ചെലവുകൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ക്ലീനിങ് ചാർജസ്, ക്ലീൻ ചെയ്യാനുള്ള ചാർജസ്, എല്ലാ പ്ലേസും ക്ലീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് കിട്ടിയതാണ്. റെൻറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കണം വാടക കിട്ടിയത്. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോഴോ യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കാരണം അതൊരു ചെലവാണ്. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരെയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2020. ഫസ്റ്റ് സൈഡ് എക്സ്പെൻസസ് ഓർ ലോസസ്, സെക്കൻഡ് സൈഡ് റവന്യൂസ് ആൻഡ് ഗെയിൻസ്. ഇനി ഓരോ ഐറ്റവും നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000. പർച്ചേസസ് 50,000. പർച്ചേസസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പർച്ചേസസ് 50,000. സെയിൽസ് 95,000. സെയിൽസ് 95,000 ആണ്. അതെവിടെയാണ് കാണിക്കുക? യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക സെയിൽസ് 95,000. ഇവിടെ പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് എമൗണ്ടുകൾ ആദ്യം തന്നെ നമുക്ക് ഔട്ടർ കോളത്തിൽ തന്നെ എഴുതിയാൽ മതി. ഇനി ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ചിലവാണ്, റോ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള ചിലവാണ്. അതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാരേജ് ഇൻവേർഡ് 3,000. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അഡ്വർടൈസ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പോസ്റ്റേജ് ആൻഡ് കൊറിയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫാക്ടറി എക്സ്പെൻസസ്. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഫാക്ടറി എക്സ്പെൻസസ് 7,000. പിന്നെ സൺട്രി എക്സ്പെൻസസ്, ക്ലീനിങ് ചാർജസ്, റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, അതൊന്നും തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് അല്ല. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 95,000 റുപ്പീ ടോട്ടൽ കിട്ടും. ബാലൻസ് ആയിട്ട് വരുന്നത് 15,000 ഡെബിറ്റിലാണ് വരുന്നത്. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 15,000. അത് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, ക്യാരേജ് ഇൻവേർഡ് അതൊന്നും വരില്ല. ആദ്യം തന്നെ വരുന്ന ഐറ്റം ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് 2000 റുപ്പിയാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാരേജ് ഔട്ട്വേർഡ് 2000. നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ട ഐറ്റമാണ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക അഡ്വർടൈസ്മെൻറ്റ് 1000. പോസ്റ്റേജ് ആൻഡ് കൊറിയർ, പോസ്റ്റേജ് ആൻഡ് കൊറിയർ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചിലവായിട്ട് കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പോസ്റ്റേജ് ആൻഡ് കൊറിയർ 500. ഫാക്ടറി എക്സ്പെൻസസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല. സൺട്രി എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക സൺട്രി എക്സ്പെൻസസ് 1500. ക്ലീനിങ് ചാർജസ്, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഇപ്പോൾ ക്ലീനിങ് ചാർജസ് എന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നെക്സ്റ്റ് ഐറ്റം കാണിക്കുക 2500. നെക്സ്റ്റ് റെൻറ്റ് റിസീവ്ഡ്, വാടക കിട്ടിയതാണ്. ഇപ്പോൾ വാടക കിട്ടിയെന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക റെൻറ്റ് റിസീവ്ഡ് 5000. നെക്സ്റ്റ് റെൻറ്റ് പെയ്ഡ്, കൊടുത്തതാണ്, ചിലവാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം റെൻറ്റ് പെയ്ഡ് 4000. ഇത്രയായി കഴിഞ്ഞാൽ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ കിട്ടുന്നത് ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നത് 20,000. ഇപ്പോൾ ഡെബിറ്റിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 8500. അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്തത് ഒരു അസൈൻമെൻ്റ് ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2020. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്. റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങോട്ടേക്ക് കിട്ടിയതാണ്, റിട്ടേൺ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ടാകും, ദാറ്റ് ഈസ് വിറ്റിട്ടുണ്ടാകും സാധനങ്ങൾ. അപ്പോൾ വിറ്റ സാധനം തിരിച്ചു വരുന്നതാണ്, സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് കാണിക്കുമ്പോൾ സെയിൽസിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് നെറ്റ് എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. അതുപോലെ റിട്ടേൺ ഔട്ട്വേർഡ്, വെളിയിലേക്ക് റിട്ടേൺ ആയിട്ട് പോയതാണ്. ഇപ്പോൾ വെളിയിലേക്ക് റിട്ടേൺ ആയിട്ട് പോയി എന്ന് പറയുമ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ് നമ്മൾ വെളിയിലേക്ക് തിരിച്ചയക്കുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് റിട്ടേൺ ആണ്. ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ ആകുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പർച്ചേസസ് കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്യുക റിട്ടേൺ ഔട്ട്വേർഡ് 2000. നെക്സ്റ്റ് വേജസ്, വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സാലറി, ഫ്രൈറ്റ്, സൺട്രി എക്സ്പെൻസസ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു ചിലവാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. പിന്നെ റെൻറ്റ് റിസീവ്ഡ്, ബാക്കി എല്ലാ ഐറ്റംസ് നമുക്ക് അറിയുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരിക. ഇതിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ നോട്ടിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ആ സമയത്ത് അത് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിരുന്നു, അതിൻ്റെ ആൻസറാണ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആൻസർ ഇപ്പോൾ വെരിഫൈ ചെയ്യുക. നേരത്തെ ചെയ്ത ആൻസറുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസം കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.